ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മലയാളത്തിന്റെ ക്രിസ്മസ് എക്സാമിന്റെ മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. കവിത വായിച്ച് ശരിയുത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക. പോകൂ, വിളങ്ങൂ. മണ്ണിലും വിണ്ണിലും പൊന്തരി വെട്ടമായി മിന്നിത്തെളിഞ്ഞു വന്നെത്തും മിന്നാമിനുങ്ങേ വെളിച്ചം ചുരത്തുവാൻ സന്നാഗമെത്രമേൽ കേമം. ചുറ്റുമിരുന്നു വിളംബരം ചെയ്യുവാൻ മൂങ്ങകൾ മൂളിയിരിക്കെ പാളി പതിയെ തുറന്നു ഞാനീ കിളി വാതിലിൽ വന്നിരിക്കുമ്പോൾ സ്വപ്നം ചിറകു വിരിച്ചണയും പോലെ കെട്ടിപ്പിടിക്കുവാൻ വന്നു. എന്തു വെളിച്ചമാണയ്യ പിടിച്ചൊരു കണ്ണാടിക്കുപ്പിയിലിട്ടാൽ എന്നും ഇവിടെ വിളക്കായിരുത്തുവാൻ നന്നെന്ന് തോന്നി. എന്നാലും എന്തിനീ വെട്ടം എനിക്കു മാത്രം പോക എല്ലായിടത്തും തെളിയൂ. പോകുമിടങ്ങളിലെല്ലാം ഇരുളിനെ കീറി മുറിച്ചു രസിക്കൂ. ഇത് ആരെഴുതിയതാണ്? UK രാഘവൻ സ്നേഹഖനി എന്ന കൃതിയിൽ നിന്നും എടുത്തതാണ്. അപ്പൊ ആരെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്? മിന്നാമിനുങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. മണ്ണിലും വിണ്ണിലും പൊന്തരി വെട്ടമാകുന്ന മിന്നിത്തെളിഞ്ഞു വരുന്ന മിന്നാമിനുങ്ങേ, നല്ല ഇരുട്ടിൽ മൂങ്ങ മൂളിയിരിക്കവേ. അപ്പോ ആരാണ് വെളിച്ചം കൊണ്ടുവരുന്നത്? സ്വപ്നം ചിറകു വിരിച്ചണയും പോലെ ആര് വന്നു? മിന്നാമിനുങ്ങ് വന്നു. ഈ മിന്നാമിനുങ്ങിനെ പിടിച്ചൊരു കണ്ണാടി കുപ്പിയിലിട്ടാൽ എന്നും ഇവിടെ വിളക്കായിരുത്തിയാൽ നന്നെന്ന് തോന്നി. പക്ഷേ എനിക്ക് മാത്രം വേണ്ട ഈ വെട്ടം, എല്ലായിടത്തും പോയി തെളിയൂ. പോകുന്നിടമെല്ലാം ഇരുളിനെ കീറി മുറിച്ച് രസിക്കൂ എന്നാണ് പറയുന്നത്. അതായത് ഇരുളിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരൂ മിന്നാമിനുങ്ങേ എന്നാണ് പറയുന്നത്. കവിതയുടെ അർത്ഥം മനസ്സിലായല്ലോ? എങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം, പൊന്തരി വെട്ടവുമായി എത്തുന്നത് ആരാണ്? ആരാണ് പൊന്തരി വെട്ടവുമായി എത്തുന്നത്? മിന്നാമിനുങ്ങ്. അപ്പൊ മിന്നാമിനുങ്ങൾ ടിക്ക് ചെയ്യാം നമുക്ക്. നിങ്ങൾ അവിടെ എഴുതണം മിന്നാമിനുങ്ങ്. 2, ഇരുട്ടിനെ വിളംബരം ചെയ്യാൻ മൂളുന്നതാര്? ഇരുട്ടിനെ വിളംബരം ചെയ്യാൻ മൂളുന്നത് മൂങ്ങയാണ്. അപ്പൊ മൂങ്ങ എന്നവിടെ എഴുതണം. 3, മിന്നാമിനുങ്ങിനെ എന്തു ചെയ്യണമെന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത്? കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? കണ്ണാടി കുപ്പിയിലിടണം എന്നാണ് കുട്ടിയുടെ ആഗ്രഹം. 4, ചിറക് വിരിച്ചണയുന്നത് എന്താണ്? എന്താണ് ചിറക് വിരിച്ചണയുന്നത്? സ്വപ്നമാണ്. അപ്പൊ സ്വപ്നം എന്നവിടെ എഴുതണം. 5, മിന്നാമിനുങ്ങിനോട് എന്തു ചെയ്യാനാണ് കുട്ടി ആശംസിക്കുന്നത്? എന്ത് ചെയ്യാനാണ് ആശംസിക്കുന്നത്? അവിടെ 3 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. മിന്നാമിന്നി നടക്കൂ, ഇരുളിനെ കീറി മുറിച്ച് രസിക്കൂ, ഒരിടത്തു മാത്രം വെളിച്ചം പരത്തൂ. എന്താണ് കുട്ടി പറഞ്ഞത്? ഇരുളിനെ കീറി മുറിച്ച് രസിക്കൂ എന്നാണ് പറഞ്ഞത് അല്ലേ? എല്ലായിടത്തും വെളിച്ചം പകരട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതവിടെ എഴുതണം. ഇനി നമുക്ക് പ്രവർത്തനം 2 നോക്കാം. വർണ്ണന. A, അമ്മ പുഞ്ചിരി തൂകി. അഖിൽ അങ്ങോട്ട് ഓടാനാഞ്ഞു. രാജൻ അവനെ പിടിച്ചു നിർത്തി. അവർ നടന്ന് അണക്കെട്ടിന്റെ മുകൾ ഭാഗത്തെത്തി. പാറ വെട്ടിയുണ്ടാക്കിയ ഒരു പാതയാണ് അവരെ അവിടേക്ക് നയിച്ചത്. പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല തണുപ്പുള്ള ചില്ലുവെള്ളം. വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. ഇതുപോലെ നിങ്ങളെ വിസ്മയിപ്പിച്ച ഒരു കാഴ്ചയെ വർണ്ണിച്ചെഴുതൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാഴ്ചയെക്കുറിച്ച് എഴുതാവുന്നതാണ്. നമുക്ക് ഉത്തരം എഴുതാം. മലയുടെ മുകളിൽ നിന്ന് നൂലുപോലെ അരിച്ചിറങ്ങുന്ന വെള്ളി നിറമുള്ള അരുവി. പാറയുടെ പരപ്പിലൂടെ തട്ടിയും തടഞ്ഞും പുല്ലുകളെ തഴുകിയും ഒഴുകി വന്ന വെള്ളച്ചാൽ താഴെ ചെറിയൊരു പാറപ്പിളർപ്പിലേക്ക് വന്ന് ആർത്തലച്ച് വീഴുന്ന മനോഹരമായ കാഴ്ച. അരുവി വീണ്ടും ഒഴുകി കുട പോലെ നിൽക്കുന്ന പാറയ്ക്ക് മുകളിലൂടെ ഒഴുകി മഴനൂല് പോലെ ഒലിച്ചിറങ്ങുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ കണ്ട ഒരു കാഴ്ചയെക്കുറിച്ച് എഴുതാം. ചോദ്യത്തിന്റെ B ചോദ്യം നോക്കാം. ഇടുക്കിയുടെ താജ്മഹൽ എന്ന് വിശേഷിപ്പിക്കുന്നത്? അവിടെ തന്നിട്ടുണ്ട് മലനിരകളെ, ഇടുക്കി ഡാമിനെ, പവർ ഹൗസിനെ. ആരെയാണ് ഇടുക്കിയുടെ താജ്മഹൽ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഇടുക്കി ഡാമിനെ. അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 3, കത്ത്. വെള്ളിതൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. മഴ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചിലപ്പോൾ വെറുക്കുകയും ചെയ്യുന്ന മഴയോട് നിങ്ങൾക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടാവില്ലേ? ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് മഴയ്ക്കൊരു കത്ത് തയ്യാറാക്കുക. അപ്പൊ നമുക്കൊരു കത്ത് എഴുതാം. കത്തിന് സ്ഥലവും തീയതിയും വെക്കണം. സ്നേഹം നിറഞ്ഞ മഴയ്ക്ക്. നീ ഇടയ്ക്കിടെ വന്നെത്തുന്ന ഞങ്ങളുടെ വിരുന്നുകാരനാണ്. വേനലിന്റെ ചൂടിൽ പുകഞ്ഞിരിക്കുമ്പോൾ നീ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് വരുന്നത് എത്ര സുഖമാണെന്നോ. നീ എത്തുമ്പോൾ എന്തൊരു ആശ്വാസമെന്ന് വീട്ടിലെല്ലാവരും പറയാറുണ്ട്.
ജൂൺ മാസമാകാറാകുമ്പോൾ എല്ലാവരും മഴയെ പഴിക്കാൻ തുടങ്ങും. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നീ നനയ്ക്കാൻ എത്താറുണ്ടെങ്കിലും പ്രിയ മഴയെ, എനിക്ക് നിന്നെ ഏറെ ഇഷ്ടമാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈനീട്ടി നിന്നെ തൊടാനും തട്ടിത്തെറിപ്പിക്കാനുമൊക്കെ എനിക്കിഷ്ടമാണ്. നീ എത്തേണ്ട സമയം എത്തിയില്ലെങ്കിൽ മുത്തച്ഛന്റെ കൃഷിയെല്ലാം കരിഞ്ഞു പോകും. വെള്ളമില്ലാതെ കറണ്ട് ഉണ്ടാവില്ല. നീ ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഇരുട്ടിലാകും. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് ശല്യമായി തോന്നുമെങ്കിലും നീ ഞങ്ങൾക്ക് ഏറെ ഉപകാരിയാണ്. അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇനിയും നീ എത്തുന്നതും കാത്ത് ഞങ്ങൾ ഇരിക്കുന്നു. സ്നേഹപൂർവം ആരതി. ഇങ്ങനെ നിങ്ങൾക്ക് കത്തെഴുതാവുന്നതാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. നോക്കൂ, പ്രവർത്തനം 4, അഭിമുഖ ചോദ്യാവലി. തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബീബ് പുറം ലോകത്തെപ്പറ്റി മറന്നുപോയി. താനും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി ചെറുതായി മണ്ണിനുള്ളിലെ മായാലോകത്തിൽ അകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാ ഒരു മായാലോകം എന്നുള്ള പാഠഭാഗത്ത് നമ്മൾ കണ്ടതാണ്. ഡോക്ടർ ബീബിനെ പറ്റി പഠിച്ചതാണ്. ചോദ്യം നോക്കാം. എ. മണ്ണിനുള്ളിലെ മായാലോകം കണ്ട ഡോക്ടർ ബീബിനെ നേരിൽ കാണാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചുവെങ്കിൽ അദ്ദേഹത്തോട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും? ഒരു അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കണം. ഒന്നാമത്തെ ചോദ്യം, താങ്കൾ ഒരു പക്ഷി നിരീക്ഷകനല്ലേ? മണ്ണിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം തോന്നിയത് എപ്പോഴാണ്? ചോദ്യം 2, കപ്പലിലെത്തിച്ച മണ്ണ് തുറന്നു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടല്ലോ. ഇത്രയും വിസ്മയം മണ്ണിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 3, മണ്ണിനെ കുറിച്ചല്ലാതെ മറ്റേതെങ്കിലും നിരീക്ഷിച്ച് അറിയണമെന്ന് തോന്നിയിട്ടുണ്ടോ? ചോദ്യം 4, നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണിൽ ഇത്രയും വിസ്മയകരമായ ഒരു ജീവലോകമുണ്ടെന്ന് അങ്ങ് കണ്ടെത്തിയല്ലോ. അങ്ങയുടെ കണ്ടെത്തലുകളുടെ അനുഭവത്തിൽ കുട്ടികളായ ഞങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? 5, അങ്ങ് ഒരു പക്ഷി ഗവേഷകനാണല്ലോ. പക്ഷിലോകത്തേക്കാൾ വിസ്മയകരമാണ് മണ്ണിലെ ലോകമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത്രയുമാണ് ചോദ്യങ്ങൾ. ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രൊഫസർ എസ് ശിവദാസിന്റെ കൃതികളിൽ പെടാത്തത്. തന്നിരിക്കുന്ന കൃതികൾ കിയോ കിയോ, മണ്ണും മനുഷ്യനും, അതിനുമപ്പുറം എന്താണ്? ഉത്തരം അതിനുമപ്പുറം എന്താണ്? 4ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി. കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. ഒപ്പം 5ാം ക്ലാസ്സിലെ നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.